സ്പീഡ് ആൻഡ് വെലോസിറ്റി. നമുക്കറിയില്ലേ എന്താ സ്പീഡ് എന്താ വെലോസിറ്റി എന്നുള്ളത്. പെട്ടെന്ന് കാര്യങ്ങളിലൂടെ ഒന്ന് പാസ് ചെയ്യാം. നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ? ആകെ സഞ്ചരിച്ച ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ അത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം, അതാണ് ടൈം ടേക്കൺ. സ്പീഡ് നോക്കൂ, ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, ടൈമും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് എന്താ? യൂണിറ്റ് എങ്ങനെ പറയാ? അവിടെ ന്യൂമറേറ്ററിൽ ആരാളുള്ളത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കണിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ യൂണിറ്റ് എന്താ കിട്ടുക നമുക്ക്? മീറ്റർ പെർ സെക്കൻഡ്. ഈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ശരിക്ക് ഇത് മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം ഒന്ന് ഷോർട്ടാക്കിയതാണ്. ഷോർട്ടാക്കിയാണ്. ഇപ്പൊ ചിലർ ഇങ്ങനെ എഴുതാറുണ്ട്, മീറ്റർ പെർ സെക്കൻഡ്. ഇത് ശരിക്കും ശരിയായ രീതിയല്ല. ഒന്നുകിൽ നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഫുള്ളായിട്ട് എഴുതണം, അതല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ശരിക്കും അതിന്റെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നോക്കൂ, വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അവിടെ ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ്, അറിയാം. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി ആണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോക്കൂ, യൂണിഫോം സ്പീഡ് ആൻഡ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം സ്പീഡിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ നിങ്ങൾക്ക് വരേണ്ടത് എന്താ പറയുക? എപ്പോഴും ഒരേ സ്പീഡ്, സ്പീഡിൽ മാറ്റില്ല. അതാ യൂണിഫോം സ്പീഡ്. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഒരേ സ്പീഡ്, സ്പീഡിൽ മാറ്റില്ലാതിരിക്കുക. അതിനെയാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പീഡിൽ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എങ്ങനെ പറയാം? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നോക്കൂ, if a body covers equal distances in equal intervals of time, then the body is said to be in uniform speed. പക്ഷെ യൂണിഫോം സ്പീഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യങ്ങൾ മൈൻഡിലേക്ക് എന്ത് വരണം? കോൺസ്റ്റന്റ് സ്പീഡാണ്, മാറ്റില്ലാത്ത സ്പീഡാണ്. എപ്പോഴാണ് മാറ്റില്ലാതൊക്കെ? തുല്യ സമയത്ത് തുല്യ ഡിസ്റ്റൻസുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഞാൻ നോക്കാം യൂണിഫോം വെലോസിറ്റി. അപ്പൊ യൂണിഫോം വെലോസിറ്റിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരേണ്ടത്? എപ്പോഴും ഒരേ വെലോസിറ്റി, മാറ്റമില്ലാത്ത വെലോസിറ്റി. ഇതാണ് ആദ്യം വരേണ്ടത്. ഇനി അതെപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക? ഈക്വൽ ഡിസ്റ്റൻസസ് അല്ല, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. തുല്യ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യാൻ തുല്യ ടൈം എടുക്കുക. എന്ന് വെച്ചാൽ ആദ്യത്തെ 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റിന് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിറക്ഷനും കൂടി ഇമ്പോർട്ടന്റ് ആണ്. 2 സെക്കൻഡാണ് എടുത്തെങ്കിൽ അടുത്തതിനും 2 സെക്കൻഡ് എടുക്കണം. അടുത്ത അതേ ഡയറക്ഷനിൽ 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് 2 സെക്കൻഡ്സ് എടുക്കണം. അങ്ങനെ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നോക്കൂ, അപ്പോൾ ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ദെൻ ഇറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. അതാണ് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഇനി നോക്കൂ, ഞാൻ അതിനൊന്ന് മാറ്റി പറയാൻ പോവാം. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ ഇവിടെ സംസാരിച്ചത്? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ അല്ലേ? അപ്പൊ നോക്കൂ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിനെ ഞാൻ മാറ്റി പറയാൻ പോവാണ്. ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ ആക്കുക. അപ്പൊ എങ്ങനെ പറയാം? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എന്താ മിസ്സായത്? ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അപ്പോൾ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് യൂണിഫോം വെലോസിറ്റി? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അപ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിനെ നമുക്ക് എങ്ങനെ മാറ്റി പറയാം? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. മനസ്സിലായോ? അത്ര മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലും കൂടെ നമുക്ക് ഇതിനെ മാറ്റി പറയാം, വളരെ സിമ്പിൾ ആയിട്ട്. ഒന്ന് നിങ്ങൾ ഇതിനെ സൂക്ഷിച്ച് നോക്കിയേ. നോക്കൂ, ഞാൻ ഇതൊന്ന് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുന്നോ? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അപ്പോൾ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നമുക്ക് യൂണിഫോം വെലോസിറ്റിന്റെ ഡെഫിനിഷൻ. അതിന് ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ഡെഫിനിഷൻ നമുക്ക് കിട്ടാണ്ട്. പറയും,
നോക്കൂ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അതൊക്കെ. അടുത്തത് പറയൂ, കമോൺ, എന്താണ് അടുത്ത ഓപ്ഷൻ? എന്താ കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടണം. ഓക്കെ, ഞാൻ പറയാം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് നോക്കാം. ഇതെന്താ നോക്ക്, ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എന്താണത്? അതൊന്ന് വായിച്ചു നോക്ക്. ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എന്താണത്? യൂണിഫോം സ്പീഡ്. അപ്പൊ നോക്കൂ, യൂണിഫോം വെലോസിറ്റിയുടെ അടുത്ത ഡെഫിനിഷൻ എന്താണ്? യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. പറഞ്ഞൂടെ? യെസ്, നമുക്ക് പറയാം ദ യൂണിഫോം, യെസ്, എന്താ കിട്ടിയത്? യൂണിഫോം വെലോസിറ്റി ഈസ് ദ യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. നോക്കൂ, ഈ സെന്റൻസ് വെച്ചിട്ട് നമ്മളോട് പല രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് കാണാം, നമ്മളിപ്പോ ക്വസ്റ്റ്യനിലേക്ക് എത്തും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ രൂപത്തിലേക്കാണ് വരും. അവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആൻസർ ചെയ്യാൻ കഴിയണം. അതിന് ആദ്യം നമുക്ക് ആ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവണം. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യൂണിഫോം വെലോസിറ്റിയുടെ നമുക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാം? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അടുത്തത് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ഒന്നും ബൈഹാർട്ട് ആക്കണ്ട കേട്ടോ, ഒക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തെന്താ? യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഇതൊന്നും ഒരിക്കലും ബൈഹാർട്ട് ആക്കരുത്. ഇതൊന്നും ബൈഹാർട്ട് ആക്കരുത്. ഫിസിക്സിൽ ചില വാല്യൂസുകൾ പഠിച്ചു വെക്കുക, അങ്ങനെ ബൈഹാർട്ട് ആക്കില്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കരുത്. സേ ഗുഡ് ബൈ ഫോർ മഗ്ഗിങ് അപ്പ് ആൻഡ് ബൈഹാർട്ടിങ്. ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ വേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രൂപത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനും പറയാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. മനസ്സിലായോ? യെസ്. ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ സംസാരിക്കും. നോക്കൂ, യൂണിഫോം വെലോസിറ്റി ഈസ് ആൾസോ കോൾഡ് യൂണിഫോം മോഷൻ. പലപ്പോഴും നമുക്ക് ചെയ്യാനുള്ള ഒരു കേസാണത്. എ ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ എന്ന് പറയും. ബോഡി യൂണിഫോം മോഷനിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബോഡി യൂണിഫോം സ്പീഡിലാണെന്നോ യൂണിഫോം ആക്സിലറേഷൻ ഒന്നുമല്ല മനസ്സിലാക്കേണ്ടത്, യൂണിഫോം വെലോസിറ്റിയിലാണ്. എന്ന് വെച്ചാൽ എന്താ? ഒരേ ഡിറക്ഷനിൽ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂണിഫോം മോഷനിലാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയോളൂ. ഞാൻ യൂണിഫോം വെലോസിറ്റി ഈസ് ആൾസോ കോൾഡ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് നമ്മൾ അതിനെ പറയും. ക്ലിയർ? അപ്പൊ നമ്മൾ യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി നോക്കാം നമുക്ക്. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യില്ലേ? യെസ്. നോക്കൂ, ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ്. മനസ്സിലായോ? ആവറേജ് സ്പീഡ്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡിനെ വേണേൽ നമുക്ക് ഇക്വേഷനിൽ ഇങ്ങനെ എഴുതാം, വി ബാർ അല്ലെങ്കിൽ വി ആവറേജ് എന്നൊക്കെ നമുക്ക് എഴുതാം. വി ആവറേജ്, വി ആവറേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസിന് ഡെൽറ്റ എക്സ് എന്ന് മാർക്ക് ചെയ്യണം. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ഞാൻ ഡെൽറ്റ എക്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഡെൽറ്റ എക്സ് നമ്മൾ പലതിനും ഉപയോഗിക്കും. ഇവിടെ ഞാൻ ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ആകെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നാണ് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ വ്യത്യസ്ത കേസസ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇനി. അതുപോലെ ആവറേജ് വെലോസിറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ആവറേജ് വെലോസിറ്റി അപ്പോൾ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആകെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അത്രയും ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യാൻ എടുത്ത ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതാണ് എന്ത്? ആവറേജ് വെലോസിറ്റി. അപ്പൊ ആവറേജ് വെലോസിറ്റി പറയുമ്പോൾ നോക്കൂ, വി ആവറേജ് തന്നെ എഴുതാം. പക്ഷെ ഞാൻ തലയിൽ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം.
മാഗ്നിറ്റ്യൂഡ് അല്ല, അതിന്റെ ഡിറക്ഷനും കൂടി ഉണ്ട്. അപ്പൊ നോക്കൂ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ അതിനൊക്കെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ദാ ഇങ്ങനെ വെക്ടർ ഇട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആരോ മാർക്ക് നിങ്ങൾ ഇടേണ്ടതേ ഇല്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഇട്ടത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്, അത് വെക്റ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്ത് ആ വെക്റ്റർ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ആരോ മാർക്ക് ഇട്ടിട്ടില്ല. അടുത്ത ടോപ്പിക് മുതലാണ് ഇതുള്ളത്. എന്നാലും മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡെൽറ്റ വെക്റ്റർ ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണ്, എന്നാൽ ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതും ഒന്നാവണമെന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കാനൊന്നും പോകണ്ട കേട്ടോ. ഇത് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ട അങ്ങനെ എന്തോ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ഒന്നല്ല. ഈ ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അത് മതി. ഇനി ആദ്യം ഉണ്ടാക്കാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ സ്പെഷ്യൽ കേസ് ഒന്ന് നോക്കാം. കൺസിഡർ എൻ ഒബ്ജക്റ്റ് വിച്ച് ട്രാവൽസ് വിത്ത് സ്പീഡ്സ് v1 v2 v3 etc vn during the time intervals t1 t2 t3 etc tn respectively. മനസ്സിലായോ? ഒരു t1 സമയത്ത് അതിന്റെ സ്പീഡ് v1 ആയിരുന്നു, അടുത്ത t2 ഇന്റർവെല്ലിൽ v2 സ്പീഡ് ആയിരുന്നു, അടുത്ത t3യിൽ v3 സ്പീഡ്. ആ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയാണ് ആവറേജ് സ്പീഡ് കാണാൻ. അപ്പൊ ആവറേജ് സ്പീഡിന് നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ ഏതാണത്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, വേണ്ടേ? അപ്പൊ നോക്കൂ, ഞാൻ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോവാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ നോക്കൂ ടോട്ടൽ ഡിസ്റ്റൻസ് വി ബാർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കൂ, T1 സമയത്ത് v1 സ്പീഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതെന്താ, v is equal to ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, vt അല്ലേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു vt. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസിന് ഞാൻ എഴുതുന്നത് ഇങ്ങനെ എഴുതാൻ പോണ്. T1 സമയത്ത് v1 സ്പീഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് അപ്പൊ എത്രയാണ്, x1 അല്ലേ? x1 പ്ലസ് h2 പ്ലസ് x3 അല്ലേ, പ്ലസ് എക്സെട്രാ പ്ലസ് xn ഹോൾ ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 പ്ലസ് t3 പ്ലസ് എക്സെട്രാ പ്ലസ് tn. മനസ്സിലായോ? ഇതല്ലേ നമ്മൾ ഇക്വേഷൻ? യെസ്, ഇതന്നെയാണ് ഇക്വേഷൻ. ഇനി ഈ x1നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാരണം x1 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് തന്ന വിവരത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് v1 v2 v3 എക്സെട്രാ vn-ഉം, രണ്ട് t1 t2 t ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് x1നെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പൊ x ഈക്വൽ ടു vt നമുക്ക് കിട്ടി അല്ലെ? x ഈക്വൽ ടു vt. അപ്പൊ x ഈക്വൽ ടു vt ആണെങ്കിൽ x1 ഈസ് ഈക്വൽ എന്താ, v1 t1, x2 എന്താ, v2 t2 ആണല്ലോ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നോക്ക്, we will get v1 t1 plus v2 t2 plus etc vn tn whole divided by t1 plus t2 plus etc tn എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. കണ്ടോ? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. അപ്പൊ ആവറേജ് സ്പീഡിന് v1 t1 plus v2 t2 plus etc vn tn whole divided by t1 plus t2 plus etc tn എന്നുള്ള ഇക്വേഷൻ എപ്പോഴാണ് കിട്ടുക, T1 ഇന്റർവെല്ലിൽ v1 സ്പീഡ്, നെക്സ്റ്റ് T2 ഇന്റർവെല്ലിൽ v2 സ്പീഡ്. ആ രൂപത്തിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിൽ നമ്മളൊരു സ്പെഷ്യൽ കേസ് കൊടുക്കാൻ പോവാം. ഏത്, ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനിൽ നമ്മളൊരു സ്പെഷ്യൽ കേസ് അപ്ലൈ ചെയ്യാൻ പോകണം. എന്താണ് കേസ് അറിയോ, ഈ ഇന്റർവെല്ലൊക്കെ ഈക്വൽ ആക്കുക. ഇവിടെ ഈ ഇക്വേഷനിൽ ഇന്റർവെൽ ഈക്വൽ അല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 2 മിനിറ്റ് നേരം v1 സ്പീഡിൽ, അടുത്ത 5 മിനിറ്റ് നേരം v2 സ്പീഡിൽ, അടുത്ത 1 മിനിറ്റ് നേരം v3 സ്പീഡിൽ. അപ്പോൾ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസ് ആവാം അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. എന്നാൽ ഈ ഇന്റർവെല്ലൊക്കെ ഞാൻ ഈക്വൽ ആക്കുക. അപ്പൊ എങ്ങനെ വരും ക്വസ്റ്റ്യന്, അപ്പോൾ ആദ്യത്തെ 2 സെക്കൻഡ്സ്, ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, നെക്സ്റ്റ് 2 സെക്കൻഡ്. അപ്പൊ ഇന്റർവെൽ ഈക്വലാ, സ്പീഡാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ വരും. അപ്പൊ നമ്മൾ എന്ത് പറയും, ഇഫ് t1 ഈക്വൽ ടു t2 ഈക്വൽ ടു എക്സെട്രാ t ആവുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും നോക്കും. അപ്പൊ t1ന്റെ അവിടെ എന്താ വരിക, t,
ഇവിടെ എന്താ വരിക ടി. ഇവിടെ ന്യൂമറേറ്ററിൽ എല്ലാ ടേമിന്റെയും കൂടെ എന്തുണ്ടാവും ടി ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒക്കെ ടി 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 ഉണ്ടാവില്ല എല്ലാത്തിൻ്റെയും കൂടെ. ആ ടീനെ നമുക്ക് പുറത്തെടുക്കാം അല്ലെ, ബ്രാക്കറ്റിന്റെ പുറത്ത് നമുക്ക് ടീനെ എടുക്കാം. പിന്നെ ഡിനോമിനേറ്ററിലോ ടി പ്ലസ് ടി പ്ലസ് ടി പ്ലസ് അങ്ങനെ എത്ര ഉണ്ടാവും എൻ. അപ്പൊ എന്താ വരിക എൻ ടി. അപ്പൊ ന്യൂമറേറ്ററിലെ ടിയും ഡിനോമിനേറ്ററിലെ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആരെ കിട്ടുക നോക്ക്, നമുക്ക് ആരെ കിട്ടും, നമുക്ക് വി ബാർ ഇസ് ഈക്വൽ ടു അടുത്ത റിലേഷൻ നമുക്ക് കിട്ടി. വി ബാർ ഇസ് ഈക്വൽ എന്താ കിട്ടുക, യെസ് വി ബാർ ഇസ് ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് vn ഹോൾ ഡിവൈഡഡ് ബൈ n എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ദിസ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നോക്കൂ, ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്ക്, v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് എക്സെട്ര vn ഹോൾ ഡിവൈഡഡ് ബൈ n. എന്താ സാധനം, നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യലെന്താ, ആവറേജ് എടുക്കുക അല്ലേ. നമ്മുടെ സ്പീഡിന്റെ പേരെന്റ് എന്താ, ആവറേജ് സ്പീഡ് എന്നാ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആവറേജ് നമുക്ക് ഇപ്പോഴേ എത്തിയ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. നമ്മൾ എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ആകെ എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സാധാരണ ആവറേജ് എന്ന് പറയാം. അത് ആവറേജ് തന്നെയാണ്. ആ ആവറേജിന് ഒരു പ്രത്യേക പേരുണ്ട്, എന്താണെന്നറിയോ, അതിന് അരിത്തമെറ്റിക് മീൻ എന്ന് പറയാം. അരിത്തമെറ്റിക് മീൻ, മീൻ അല്ലെങ്കിൽ ആവറേജ്. ഈ മീൻ അല്ലെങ്കിൽ ആവറേജ് ഒരു ടൈപ്പ് മാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ചത് മനസ്സിലാക്കിയത് അരിത്തമെറ്റിക് മീൻ. ഇനി വേറൊരു മീൻ ഇപ്പോൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ആവറേജ് സ്പീഡ് കാണുമ്പോഴേക്കും ഒറ്റയടിക്ക് ആവറേജ് ആണ് എടുത്തു പോരുത്. ഏത്, അരിത്തമെറ്റിക് മീൻ എടുക്കരുത്. അരിത്തമെറ്റിക് മീൻ എടുക്കേണ്ട സിറ്റുവേഷൻ നോക്കൂ, ഇതാണ്. ഏതാണ് ആ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിലേ നമുക്ക് അരിത്തമെറ്റിക് മീൻ എടുക്കാൻ പറ്റൂ. അല്ലാതെ എല്ലായ്പ്പോഴും ആവറേജ് സ്പീഡ് കാണുമ്പോഴേക്കും v1 പ്ലസ് v2 ബൈ 2 അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പോകരുത്. മനസ്സിലായോ? ഇനി നോക്കൂ, ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ n is equal to 2 ആണെങ്കിൽ, n is equal to 2 ആണെങ്കിൽ ഇക്വേഷൻ എന്താ കിട്ടുക, v bar is equal to v1 plus v2 divided by 2. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ, v1 plus v2 divided by 2. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കാം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് മാത്രം അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഞാൻ അടുത്തൊരു കേസും കൂടെ സംസാരിക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്ത് നോക്കൂ, ഇനീഷ്യലി നമ്മൾ എന്താ പറഞ്ഞത്, ഓരോ ഇന്റർവെല്ലിലെ സ്പീഡാണ് തന്നിട്ടുള്ളത് അല്ലെ, ഓരോ ഇന്റർവെല്ലിലെ സ്പീഡാണ് തന്നത്. ഇനി അപ്പോ എന്ന് വെച്ചാൽ ആദ്യത്തെ 5 മിനിറ്റ് നേരം v1 സ്പീഡിൽ, അടുത്ത 2 മിനിറ്റ് നേരം v2 സ്പീഡിൽ, അടുത്ത 2.5 മിനിറ്റ് നേരം v3 സ്പീഡ്, ഡിഫറെന്റ് ഇന്റർവെല്ലിൽ ഡിഫറെന്റ് സ്പീഡ്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നതോ, ഈ ടൈം ഇന്റർവെല്ലിൽ തരുന്നതിന് പകരം ഡിസ്റ്റൻസ് തരിക. എന്ന് വെച്ചാൽ നോക്കൂ, ആദ്യത്തെ 2 കിലോമീറ്ററിൽ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത 1.5 കിലോമീറ്ററിൽ സ്പീഡ് വേറൊരു സ്പീഡ്, അടുത്ത 10 കിലോമീറ്റർ നേരത്തെ വേറെ സ്പീഡ്. മനസ്സിലായോ? അങ്ങനെ തന്നാൽ എങ്ങനെ ആവറേജ് സ്പീഡ് കണ്ടെത്തും? അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കുക, ഇത് ശരിക്കും പഠിക്കുക, എന്നിട്ടേ അതിലേക്ക് വരാവൂ. ഓക്കെ, അതിൽ ഞാൻ പോവാണ് അടുത്ത കണ്ടീഷനിലേക്ക്. കൺസിഡർ an objective with which covers കേട്ടോ, which covers distances x1, h2, h3, etc. xn with velocities v1, v2, v3, etc. vn respectively. കണ്ടോ, അവിടെ എന്താ തന്നത്, നേരത്തെ ടൈം ഇന്റർവെല്ലിൽ തന്നിട്ട് അതിലെ സ്പീഡുകളായിരുന്നു തന്നിരുന്നത്. ഇവിടെ തന്നത് ടൈം ഇന്റർവെല്ലല്ല, പകരം ഓരോ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡാണ് തന്നിട്ടുള്ളത്. അത് വീണ്ടും നമ്മൾ നേരത്തെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, v bar is equal to total distances. അപ്പൊ ഡിസ്റ്റൻസോടെ x, h2, x1, h2, h3 തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കൊന്നും നോക്കാനില്ല, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn കൊടുക്കുക. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്തെഴുതണം, t1 പ്ലസ് t2 അതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് t ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ, ഇല്ല. തന്നണോ? അപ്പൊ നമ്മൾ പറയേണ്ടത് ശരിക്കും എന്താണ്, t1 പ്ലസ് t2 പ്ലസ് എക്സെട്ര tn, ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ, t1 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് t1 കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? അതിന് കണ്ടെത്താനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. കാരണം v is equal to x by t ആണ്. ഇതിൽ നമുക്ക് ഇനി t ആണ് വേണ്ടത്. അപ്പൊ t is equal to ആരാണ്, x by v. കണ്ടോ, x by v. ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അപ്പൊ t1 ആരാ, x1 by v1, t2 ആരാ, h2 by v2. ക്ലിയർ? അപ്പോ നമ്മുടെ ഇക്വേഷനിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സും വിയും ഉണ്ടാവുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മനസ്സിലായോ? ടെക്നിക്ക് മനസ്സിലായോ? ഓക്കെ. അതല്ലാതെ ഈ കേസിൽ നോക്കൂ, നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു, v1, v2, v3 എക്സെട്ര സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈൻഡ് ആവറേജ് സ്പീഡ്. അപ്പൊ ചില ആളുകൾ
ആദ്യം എന്താ, ഓ ആവറേജ് ആണോ ചോദിച്ചത്, അപ്പൊ എല്ലാ സ്പീഡും കൊണ്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ആകെ എത്ര സ്പീഡ് എന്നുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദേ വിൽ അറൈവ് അറ്റ് എ റോങ് ആൻസർ. അവരുടെ ആൻസർ തെറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ന്യൂമറേറ്ററിൽ x1 x2 x1 പ്ലസ് x2 പ്ലസ് x3 എക്സെട്ര, ഡിനോമിനേറ്ററിൽ x1 ബൈ v1 അല്ലെ, x1 ഡിവൈഡഡ് ബൈ v1 പ്ലസ് h2 ബൈ v2 പ്ലസ് എക്സെട്ര xn ഡിവൈഡഡ് ബൈ vn എന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും. മനസ്സിലായല്ലോ? യെസ്, ദിസ് ഈസ് ദ റിസൾട്ട്. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇനി ഇതിൽ നമ്മൾ നേരത്തെ പോലെ കണ്ടീഷൻ കൊടുക്കുക. ഇതിലെന്താ പറയുക കണ്ടീഷൻ, നേരത്തെ T1 T2 T3ക്ക് നമ്മൾ T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T3 എക്സെട്ര T കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ ഈ ഡിസ്റ്റൻസുകളൊക്കെ ഈക്വൽ ആക്കുക. x1 ഈക്വൽ ടു x2 ഈക്വൽ ടു അങ്ങനെ പോയിട്ട് ഈക്വൽ ടു x എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. നമുക്ക് നോക്കും, x1 ഈക്വൽ ടു x2 ഈക്വൽ ടു xn ഈക്വൽ ടു x ആക്കുക. അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരിക, നമുക്ക് ന്യൂമറേറ്ററിൽ വരല് എന്താ വരിക, ന്യൂമറേറ്ററിൽ നമുക്ക് nx എന്ന് വരും അല്ലെ, nx എന്നല്ല വരിക, എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സെട്ര nx. ഡിനോമിനേറ്ററിൽ നോക്കൂ, ഇവിടെ എക്സ് ഇവിടെ എക്സ് ഇവിടെ എക്സ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ അങ്ങോട്ട് പുറത്തെടുക്കുക. ഇവിടെ എക്സിനെ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ ആരുണ്ടാകുക, 1/v1 1/v2 1/vn. ന്യൂമറേറ്ററിൽ ആരാ, nx. ആ എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, n ഡിവൈഡഡ് ബൈ 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3 പ്ലസ് എക്സെട്ര പ്ലസ് 1/vn എന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും. കഴിയില്ലേ? ദിസ് ഈസ് ദ റിസൾട്ട്, ദിസ് ഈസ് ദ റിസൾട്ട്. ദിസ് ഈസ് ആൾസോ എ വെരി 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 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നോക്കൂ, അത്ഭുതം. ഇതും ഒരു മീനാണ്, ഇതും ഒരു ആവറേജ് ആണ്. പക്ഷേ ഈ ആവറേജിന്റെ പേരെന്താണ്, ഈ ആവറേജിന്റെ പേര് ഹാർമോണിക് മീൻ എന്നാണ്. ഹാർമോണിക് മീൻ. നേരത്തേത് അരിത്തമെറ്റിക് മീൻ ആണ്. അപ്പൊ അരിത്തമെറ്റിക് മീൻ എപ്പോഴാണ് കിട്ടുക, തുല്യ സമയത്ത് v1 v2 v3 എക്സെട്ര ടൈം സ്പീഡിൽ വെലോസിറ്റിയിലാണ് ബോഡി ട്രാവൽ ചെയ്യുമെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ എപ്പോഴാണ്, ഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്യാൻ വ്യത്യസ്ത സ്പീഡ് ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ആവറേജ് സ്പീഡിന് ഹാർമോണിക് മീൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹാർമോണിക് മീനാണത്. നേരത്തെ നമ്മൾ കണ്ടത് അരിത്തമെറ്റിക് മീനാണ്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൽ തന്നെ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നോക്കൂ, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ n is equal to 2 ആവുക. n is equal to 2 ആകുമ്പോൾ ഇവിടെ 2 കിട്ടും. അപ്പൊ ഇവിടെ ആകെ 2 ടേമല്ലേ ഉണ്ടാവുള്ളൂ. നോക്കൂ, അതാണ് ഇവിടെ കിട്ടി. ഇഫ് n is equal to 2 then v bar is equal to 2 divided by 1/v1 plus 1/v2. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, നിങ്ങളൊന്ന് ട്രൈ നോക്കൂ. you will definitely get v bar is equal to 2v1 v2 divided by v1 plus v2. നേരത്തെ ആവറേജിൽ എന്താ, v1 plus v2 by 2. ഇനി പ്രോബ്ലം ചെയ്യാനാ പോണം കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ആയിട്ട് വേണം പോവാൻ. ഓക്കെ, പിന്നെ ഓവർടേക്കിംഗ് ഇല്ല, ആ പാത്തിലൂടെ വരിക, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. v bar is equal to 2v1 v2 divided by v1 plus v2. ഇനി n is equal to 3 ആവുമ്പോഴോ, n is equal to 3 ആവുന്ന സമയത്ത് നോക്കൂ, നമുക്കറിയാം n is equal to 3 ആവുമ്പോൾ നമുക്ക് കിട്ടല് v bar is equal to 3 divided by 1/v1 plus 1/v2 plus 1/v3. ഇതാണ് കിട്ടേണ്ടത് അല്ലേ, നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. പക്ഷെ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ചിലർ നേരെ ഇതിനെ പോയിട്ട് ഇതിലാണ് കൊടുക്കും അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, 3v1 v2 v3 ഡിവൈഡ് ബൈ v1 plus v2 plus v3. തെറ്റ്, അത് കിട്ടൂല. അത് നോക്കൂ, ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് അതല്ല കിട്ടുക. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടല് നോക്കൂ, 3v1 v2 v3 ഡിവൈഡഡ് ബൈ v1 v2 പ്ലസ് v1 v3 പ്ലസ് v2 v3. ഈ ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക n is equal to 3 ആകുമ്പോൾ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണ്ട. പകരം അവിടെ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുക. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞത് മുമ്പൊരിക്കൽ നമ്മുടെ ബോർഡ് എക്സാമിനല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ റിലേഷൻ ഇങ്ങനെ തന്നെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് പോയിന്റ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഈസി അല്ലേ പഠിക്കാൻ? ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ, സിമ്പിൾ കാര്യമാണ്. ഇനി പ്രോബ്ലം കാണുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് എക്സെട്ര ബൈ n എപ്പോഴാണ് കിട്ടുക, അരിത്തമെറ്റിക് മീൻ എപ്പോഴാണ് കിട്ടുക, ടൈം ഇന്റർവെല് ഈക്വൽ ആവുന്ന സമയത്ത്. ഡിസ്റ്റൻസ് ഈക്വൽ ആവുമ്പോൾ എന്താ കിട്ടുക, ഹാർമോണിക് മീൻ ആണ് കിട്ടുക. അപ്പോൾ രണ്ടെണ്ണാണെങ്കിൽ
രണ്ടെണ്ണാണെങ്കിലോ 2v1v2/v1+v2. ഇത് നിങ്ങൾ ബൈ ഹാർട്ടിൽ ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നോക്കൂ, അടുത്ത നോട്ടിലേക്ക്. ദ ആവറേജ് സ്പീഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. കാരണം ആവറേജ് വെലോസിറ്റിക്ക് എന്തുണ്ട്? ഡിറക്ഷൻ ഉണ്ട്. അപ്പൊ ഈക്വൽ ആണ് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ശരിക്ക് ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. Average speed and magnitude of average velocity become equal when a body travels along a straight line without any change in its direction. ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനും ആവറേജ് സ്പീഡും ഒരേ റിസൾട്ടാ കിട്ടുക. പക്ഷെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ബോഡി ഒരേ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യണം. ആ പോണ പോക്കിൽ തിരിച്ചിങ്ങോട്ട് വരരുത്. തിരിച്ചു വരുന്ന കേസ് ആണെങ്കിൽ അവിടെ ആവറേജ് സ്പീഡിനും ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ ബോഡി ഒരേ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആവറേജ് സ്പീഡിനും ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനും ഒരേ റിസൾട്ടാണ്. അതെല്ലാ സമയത്തും പറ്റില്ല എന്നാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആവറേജ് വെലോസിറ്റിക്കും മാഗ്നിറ്റ്യൂഡിനും ആവറേജ് സ്പീഡിനും ഒരേ വാല്യൂ എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ? ഇഫ് ദ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിതൗട്ട് എനി ചേഞ്ച് ഇൻ ഡിറക്ഷൻ, then only you can expect the same result for average magnitude of average velocity and average speed. മനസ്സിലായോ? ഇനി ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത് ശരിക്കും ഉള്ളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പിക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഇതുവരെയുള്ള ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രോബ്ലം ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാണെന്നറിയും? ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് പഠിക്കുക. ശേഷം ഒറ്റയ്ക്ക് നിങ്ങൾ സോൾവ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടണം, അല്ലെങ്കിൽ റോങ് ആൻസർ കിട്ടണം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എത്തിയിട്ട് നിങ്ങൾ ബ്ലോക്ക് ആവണം, അല്ലേ? ബ്ലോക്കായി നിൽക്കണം, പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തണം. എന്നിട്ടേ ഞാൻ ചെയ്യുന്ന വീഡിയോ സൊല്യൂഷൻ നിങ്ങൾ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ ക്വസ്റ്റ്യൻ കാണുന്നു, ഞാൻ അതിൻ്റെ താഴെ ഇങ്ങനെ പിന്നെ സോൾവ് ചെയ്യുന്നു, അത് നിങ്ങൾ അതുപോലെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വീഡിയോ സൊല്യൂഷൻ കാണാൻ പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനി വീഡിയോ സൊല്യൂഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ആ സൊല്യൂഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. എന്നിട്ട് അതിന് ശേഷം പിന്നെ സൊല്യൂഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ടിങ് മുതലേ ആ പ്രോബ്ലം ഒറ്റയ്ക്ക് അവസാനം വരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. മനസ്സിലായോ? ആദ്യ സമയത്ത് ചില ക്വസ്റ്റ്യനൊക്കെ തെറ്റിപ്പോകും. ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ തന്നെയാണ് പലവട്ടം തെറ്റുമ്പോൾ തന്നെയാണ് പിന്നീട് നമ്മൾ ശരിയായിട്ട് മാറുക. അഥവാ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ യു നീഡ് നോട്ട് വറി. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ ഞാൻ ഈ പറഞ്ഞത് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്തു തുടങ്ങാൻ. ആക്സിലറേഷൻ അല്ലേ? മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? ആക്സിലറേഷന് ത്വരണം എന്നാ സംസാരിക്കില്ലേ? ത്വരണം. ഓക്കെ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാ ബോഡി ആക്സിലറേറ്റഡ് മോഷനിലാണെന്ന് പറയാം, അല്ലെ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴാ പറയാം? ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഇനി വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡിറക്ഷൻ ഉണ്ട്. അപ്പോ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. ആക്സലറേഷൻ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കൂടെയാണ്. The motion of an object is said to be accelerated if its velocity changes with time. Velocity change ചെയ്യാന്ന് പറഞ്ഞാൽ either the speed, okay, ആ സമയത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്. അല്ലെങ്കിൽ ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്. അപ്പോൾ ഒന്നുകിൽ സ്പീഡ് ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യല് സാധാരണ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് നമ്മൾ ആക്സലറേഷൻ പറയാം.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആണ്. അത് തന്നെയാണ് നമ്മൾ ആക്സലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞാൽ പിന്നെ അത് എല്ലാ സ്ഥലത്തേക്കും അത് ഫിറ്റ് ആണ്. ആവറേജ് ആക്സലറേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ അത് എല്ലായിടത്തും ഫിറ്റ് അല്ല. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷന്റെ ഡെഫിനേഷൻ കൊടുത്താൽ അത് എല്ലായിടത്തും ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആവറേജ് ആക്സലറേഷൻ കണ്ടെത്തുന്ന ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ആവറേജ് ആക്സലറേഷൻ കണ്ടെത്തുന്ന ഇക്വേഷൻ നോക്കൂ. എന്താണ് ആവറേജ് ആക്സലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. അപ്പൊ v2 മൈനസ് v1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് കഷ്ണം എന്നുള്ളതിനാണല്ലോ നമ്മൾ ഡെൽറ്റ കൊടുക്കുക. അപ്പൊ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? നോക്കൂ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റ് ഉണ്ടാക്കാം. ആക്സലറേഷൻ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റും ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? ഒരു വെലോസിറ്റി വേറെ വെലോസിറ്റി മൈനസ് ചെയ്യാം. വെലോസിറ്റി യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. 9 മീറ്റർ പെർ സെക്കൻഡ് 2 മീറ്റർ പെർ സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 7 മീറ്റർ പെർ സെക്കൻഡ് അഗെയിൻ. അപ്പൊ ഡെൽറ്റ വിന്റെ യൂണിറ്റ് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ ഈക്വൽ ടു എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. മാത്രല്ല ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ ആക്സിലറേഷൻ എന്തുണ്ട്? ഡിറക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആക്സിലറേഷന്റെ ഡിറക്ഷൻ ആരുടെ ഡിറക്ഷൻ ആയിരിക്കും? ഈ ഇക്വേഷൻ നോക്കി പറയൂ. ആക്സിലറേഷന്റെ ഡിറക്ഷൻ ആരുടെ ഡിറക്ഷൻ ആണ്? കമോൺ. വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ശരിയല്ല. ആക്സിലറേഷന്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആണ്. നല്ലോണം ശ്രദ്ധിക്കണം. ആക്സിലറേഷന്റെ ഡിറക്ഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റിന്റെ ഡിറക്ഷൻ ആണ്. വെലോസിറ്റിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും എല്ലായ്പ്പോഴും ഒരേ ഡിറക്ഷൻ അല്ല. വെലോസിറ്റിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒരേ ഡിറക്ഷൻ കിട്ടുന്ന സന്ദർഭമുണ്ട് തീർച്ചയായിട്ടും. അതേതാണെന്നറിയോ? when a body is speeding up along a particular direction, then വെലോസിറ്റിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒരേ ഡിറക്ഷൻ ആയിരിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശേഷമുള്ള വെലോസിറ്റി, ലേറ്റർ വെലോസിറ്റി മൈനസ് ഏർലിയർ വെലോസിറ്റി, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഐ റിപ്പീറ്റ്, ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒരേ ഡിറക്ഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. അതേതാ സിറ്റുവേഷൻ? when a body is speeding up in a particular, ഒരേ ഡിറക്ഷനിൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വെലോസിറ്റിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒരേ ഡിറക്ഷൻ ആണ്. അല്ലാത്ത സന്ദർഭത്തിലൊക്കെ വെലോസിറ്റിയും ചേഞ്ച് ഇൻ വെലോസിറ്റിയും ഡിഫറെന്റ് ഡിറക്ഷനാണ്. അപ്പൊ ആക്സിലറേഷന്റെ ഡിറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്നല്ല പറയേണ്ടത്. എപ്പോഴും ശരിയാവില്ല. ഏതാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആണ് എന്ന് വേണം നിങ്ങൾ പറയാൻ. നോക്കൂ, ശ്രദ്ധിക്കാം. ആക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഇസ് ആക്സിലറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഡിറക്ഷൻ ഈസ് അലോങ് ദ ഡിറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി എന്നല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത് നോക്കൂ. വെൻ എ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആക്സിലറേഷൻ ഈസ് 0. കാരണം ആക്സിലറേഷൻ എപ്പോഴും ഉണ്ടാവുക? വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഒരേ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയിലെ ചേഞ്ച് എത്ര? 0. ഓബ്വിയസ്ലി ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സംശയമില്ലല്ലോ? ഇല്ല. ഇനി വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചില പോയിന്റ്സ് ആണ് പറയുന്നത്. ഇഫ് ദ സ്പീഡ് ഓഫ് എ ബോഡി ഡിക്രീസസ്, അങ്ങനെ പോകുന്ന ബോഡിയുടെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരിക. സ്പീഡ് ഓഫ് എ ബോഡി ഡിക്രീസസ്, then acceleration is opposite to that of velocity. ഒരു ബോഡിയുടെ സ്പീഡ് ഇങ്ങനെ ഒരേ ഡിറക്ഷനിൽ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിന്റെ ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. ഐ റിപ്പീറ്റ്, when speed of a body decreases along a particular direction, then you can conclude that velocity and acceleration are oppositely directed. വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ് ആണ്. മനസ്സിലായല്ലോ? And the body is said to be decelerated motion അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ എന്ന് നമ്മൾ അപ്പോഴാണ് പറയാം. ആ ബോഡിക്ക് ഡീസിലറേഷൻ എന്ന് എപ്പോഴാണ് നമ്മൾ പറയല്? ആ ബോഡിയുടെ വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ്ലി ഡിറക്റ്റ് ആവുമ്പോൾ. ഒന്നുകിൽ അങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ബോഡിയുടെ സ്പീഡ് കുറയുന്ന സമയത്ത് ആക്സിലറേഷന്റെ പേരാണെന്ത്? ഡീസിലറേഷൻ. ഇവിടെ നമുക്ക് പലപ്പോഴും പലരും സംസാരിക്കുന്ന ഒരു കാര്യം നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ഡീസിലറേഷൻ.
നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഡീസിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ശരിയല്ല. കാരണം സൈന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വേറൊരു ആസ്പെക്റ്റിലാണ്. ഇതിന് തൊട്ട് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം സംസാരിക്കാം. കാരണം ടെക്സ്റ്റ് ബുക്ക് തന്നെ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഉടനെ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇപ്പോ നിങ്ങൾ ഡീസിലറേറ്റഡ് മോഷനെ കുറിച്ച് മനസ്സിലാക്കുക. ഡീസിലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ നമ്മൾ എപ്പോഴാണ് പറയാം? ബോഡിയുടെ വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ് ആകുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം സ്പീഡ് ഓഫ് എ ബോഡി ഡിഗ്രീസസ് ആണെങ്കിൽ, സ്പീഡ് കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡീസിലറേറ്റഡ് മോഷൻ ആണ്, ഡീസിലറേഷൻ ആണ് അവിടെ ഉള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. വെൻ സ്പീഡ് ഓഫ് എ ബോഡി ഇൻക്രീസസ്, അപ്പൊ ആക്സലറേഷനും വെലോസിറ്റി എന്തായിരിക്കും? സെയിം ഡിറക്ഷൻ ആയിരിക്കും. ആ സമയത്താണ് ശരിക്കും ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അപ്പൊ ആക്സിലറേഷൻ ജനറലി ആക്സിലറേഷനും ഡീസിലറേഷനും ഒക്കെ നമ്മൾ എന്താ വിളിക്കുക? ആക്സിലറേഷൻ. പിന്നെ അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനെ ഡീസിലറേഷൻ എന്ന് വിളിക്കും. സെയിം ഡിറക്ഷൻ ആകുമ്പോൾ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കും. നൗ യൂണിഫോം ആക്സിലറേഷൻ. എന്താ യൂണിഫോം ആക്സിലറേഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എപ്പോഴും ഒരേ ആക്സിലറേഷൻ തന്നെ. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? എപ്പോഴും ഒരേ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡ്, യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. റെഡി? അപ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ആ ഒരു പോയിന്റാണ്. പിന്നെ നോക്കൂ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കേഴ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ദെൻ ആക്സിലറേഷൻ ഈസ് യൂണിഫോം. അപ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ നമ്മൾ യൂണിഫോം ആയിട്ട് പറയാം. ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൂവ്സ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ആ സമയത്ത് അതിൻ്റെ ആക്സിലറേഷനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട്. അതിൻ്റെ ആക്സിലറേഷനാണ് നമ്മൾ എന്തെഴുതൽ? എ ഈക്വൽ ടു ജി എന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യഥാർത്ഥത്തിൽ ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9.8 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 സെക്കൻഡ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് കൂടി വരികയാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ 0 ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡും കൂടി കഴിയുമ്പോൾ അത് 19.6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നോക്കൂ, ആക്സിലറേഷൻ തന്നെ നമ്മൾ പോസിറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആക്സിലറേഷൻ, ഡീസിലറേഷൻ ഇതും നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, സ്റ്റുഡൻസ് ഓഫൺ കൺഫ്യൂസ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഡീസിലറേഷൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് ആ ഒരു ഇഷ്യൂ ആണ് ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിന് ശേഷവും അവിടെ സമ്മറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ സമ്മറിയിലുള്ള 3rd പോയിന്റ് ആണ് ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഡിറക്ഷൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വാണ്ടിറ്റീസിൽ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇവർക്ക് ആകെ 2 ഡിറക്ഷനെ അവസരമുള്ളൂ എന്ന് കരുതും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനൊക്കെ ഇനി ഡിറക്ഷൻ ആവാം. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് നോക്കൂ, ഒന്നുകിൽ അങ്ങോട്ട് നടക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് നടക്കാം. ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിക്കോളൂ. ഓക്കെ, ഇപ്പോൾ വളരെ നാരോ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിലൂടെ അല്ലെങ്കിൽ ഒരു പിന്നെ അങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കുമിലൂടെ അവൾ നടക്കുകയാണെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ആ സ്റ്റിക്കിലൂടെ അങ്ങോട്ട് നടക്കാം അല്ലെങ്കിൽ അത് സ്റ്റിക്കിലൂടെ അങ്ങോട്ട് നടക്കാം. അപ്പോൾ 2 പോസിബിൾ ഡിറക്ഷൻ ഇവിടെ ഉള്ളൂ. മാത്രമല്ല ആ ഡിറക്ഷൻ്റെ പ്രത്യേകത തന്നെ എന്താ? അത് 2 ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ് ഡിസ്പ്ലേസ്മെന്റ് കേസിൽ. ഒരു ഡിറക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എന്ന് അസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്തായിട്ട് എടുക്കും? നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഡിറക്ഷനെ പോസിറ്റീവായിട്ട് എടുക്കുക, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ ഏത് ഡിറക്ഷൻ പോസിറ്റീവ് എടുക്കണം, ഏത് നെഗറ്റീവ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്.
ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾ ഏത് ഡിറക്ഷനെയാണോ പോസിറ്റീവ് എടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ എന്തെടുക്കൽ നിർബന്ധമാണ്? നെഗറ്റീവ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോസിറ്റീവ് എടുക്കാം, വേണമെങ്കിൽ ഇങ്ങോട്ട് പോസിറ്റീവ് എടുക്കാം, അപ് ടു യു. നിങ്ങൾ ഇങ്ങോട്ട് പോസിറ്റീവ് എടുത്താൽ ഇങ്ങോട്ട് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. അതല്ല നിങ്ങൾ ഇങ്ങോട്ട് പോസിറ്റീവ് എടുത്താൽ ഇങ്ങോട്ട് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇത് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഡിറക്ഷന്റെ ഇഷ്യൂ വരുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഡിറക്ഷനും വരുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം എടുക്കേണ്ട കാര്യമാണത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു ഡിസ്പ്ലേസ്മെന്റിന് മാത്രമല്ല, ഡിസ്പ്ലേസ്മെന്റിനും വെലോസിറ്റിക്കും ആക്സിലറേഷനും ഒക്കെ ഇത് ബാധക ഈ പറഞ്ഞ കാര്യങ്ങൾ. നോക്കാം എന്താ നമ്മുടെ പോയിന്റ്. നോക്കൂ, പോയിന്റ് പറഞ്ഞ ദ ഒറിജിൻ ആൻഡ് പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് ആക്സിസ് ആർ എ മാറ്റർ ഓഫ് ചോയ്സ്. ഓ, അത് നമ്മുടെ ചോയ്സിൽപ്പെട്ട കാര്യമാണ്. മനസ്സിലായോ? അത് ഏത് ഡിറക്ഷനെ നിങ്ങൾ പോസിറ്റീവ് എടുക്കണം, അതുപോലെ എവിടെ ഒറിജിൻ എടുക്കണം, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എവിടെ എടുക്കണം, ഇത് നമ്മുടെ ചോയ്സ് ആണ്. ഒറിജിൻ ഒരാൾ എടുത്ത ഒറിജിൻ അല്ല വേറൊരാൾ എടുക്കുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലേ എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രോബ്ലത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല, നമ്മുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാൻ പോകുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഓക്കെ, യു ഷുഡ് ഫസ്റ്റ് സ്പെസിഫൈ ദിസ് ചോയ്സ് ബിഫോർ യു അസൈൻ സൈൻസ് ടു ക്വാണ്ടിറ്റീസ് ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കണം ഏതിനെ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നു, ഏത് ഡിറക്ഷനെ നെഗറ്റീവ് എടുക്കുന്നു. നമ്മൾ ആ ഡിസിഷൻ നമ്മൾ ആദ്യമേ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനും വെലോസിറ്റിക്കും ആക്സിലറേഷനും ഒക്കെ സൈൻ അസൈൻ ചെയ്യാൻ എന്നാണ് സൂചിപ്പിച്ചത്. നോക്കൂ, ഒരു എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്ത ഡയഗ്രം നോക്കൂ. ഈ ഫസ്റ്റ് ഡയഗ്രം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം ഇത് നമ്മൾ നോർമലി ഇത് നമ്മളെ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് അല്ലേ, ഇത് പ്ലസ് എക്സ് ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് നോർമലി. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, നെഗറ്റീവ് എക്സ് ആക്സിസ് ആണിത്, നെഗറ്റീവ് എക്സ് ആക്സിസ് ജനറലി. ഇനി നോക്കൂ, അപ്പോൾ ഞാൻ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിനെ തന്നെ പോസിറ്റീവ് എടുക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ പോസിറ്റീവ് ഈ ഡിറക്ഷനെ തന്നെ ഞാൻ പോസിറ്റീവ് എടുക്കാൻ പോവാണ്. ഞാൻ ഇതിനെ തന്നെ പോസിറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഇത് പോസിറ്റീവ്, ഇതിനെ ഞാൻ നെഗറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ കാറ് നോക്കൂ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ ഈ ഡിറക്ഷനിൽ എന്തൊക്കെയാണോ വരുന്നത് അതിനൊക്കെ നമുക്ക് പോസിറ്റീവ് എടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതിൻ്റെ വെലോസിറ്റി അതൊക്കെ ഈ ഡിറക്ഷനിലാണ് വരിക, അതിന് നമ്മൾ പോസിറ്റീവ് എടുക്കണം. അപ്പോൾ നോക്കൂ, ഈ ഡിറക്ഷൻ അത് ഏത് സൈഡിലാന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അപ്പോൾ നോക്കൂ, ഈ കാറ് ഇതിനും അതേ ഡിറക്ഷനാണ്. അപ്പോൾ ഇതിന്റെ വെലോസിറ്റിയുടെ ഡിറക്ഷനും എന്താണ്? പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. നേരെ മറിച്ച് ഈ കാർ നോക്കൂ, നെഗറ്റീവ് ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ അത് നെഗറ്റീവാണ്, ഇതിന്റെ കേസിൽ നെഗറ്റീവാണ്. മനസ്സിലായല്ലോ? ഇനി ഇതേ ഡയഗ്രം തന്നെയാണ് ഞാൻ താഴെ വരച്ചത്. പക്ഷെ താഴെ ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് എന്താണെന്നറിയോ? താഴെ നോക്കൂ, ഞാൻ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിനെ പോസിറ്റീവ് എക്സ് ഡിറക്ഷനായിട്ട് ഞാൻ ഇങ്ങോട്ടാണ് ആ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനാക്കി എടുക്കുന്നു. അങ്ങനെ എടുക്കാനുള്ള ചോയ്സ് നമുക്ക് ഉണ്ട് എന്നാണ് മുകളിൽ സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ? അങ്ങനത്തെ ഒരു ചോയ്സ് നമുക്കുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നോക്കൂ, അപ്പോൾ ഈ ഡിറക്ഷനിൽ വരുന്നതൊക്കെ നമ്മൾ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇയാളെ കേസിൽ ഇത് പോസിറ്റീവാണ്, ഇയാളെ കേസിൽ ഇതാണ് പോസിറ്റീവ്, ഇത് രണ്ടും നെഗറ്റീവാണ്. നോക്കൂ, ഇത് രണ്ടും നെഗറ്റീവ് ഡിറക്ഷനിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സാധാരണഗതിയിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളതിനെ പോസിറ്റീവ് എടുക്കുന്നു, ഇങ്ങോട്ട് നെഗറ്റീവ് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധമില്ല, അത് നമ്മുടെ ചോയ്സ് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. ഇനി ഇത് നോക്കൂ, ഇത് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലാണ് സംസാരിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഡിറക്ഷൻ പറയാം. വെർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഡൗൺവേർഡ് ഡിറക്ഷൻ നെഗറ്റീവ് എടുക്കാം. ഇനി ഒരാൾ വെർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷന് നെഗറ്റീവ് എടുക്കുകയാണെങ്കിലോ അയാൾ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡിറക്ഷനാണ് പോസിറ്റീവ് എടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏത് ഡിറക്ഷൻ പോസിറ്റീവ് എടുക്കണം, ഏത് ഡിറക്ഷൻ നെഗറ്റീവ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അതിന് നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല, അത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് സ്പീഡിങ് അപ്പ്, പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ഇറ്റ്സ് സ്പീഡ് ഈസ് ഡിക്രീസിങ്, ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് വെലോസിറ്റി. ആ സമയത്താണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീസിലറേഷൻ എന്ന് വിളിക്കുക. ആദ്യത്തെ കേസിലാണ് ആക്സിലറേറ്റഡ് മോഷൻ. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പറയുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ ആൻഡ് ദ ആക്സിസ്.
ഇത് വേറെ കാര്യമാണ്. അതുപോലെ പോസിറ്റീവ് ആണോ ആക്സിലറേഷൻ, നെഗറ്റീവ് ആണോ, അത് വേറെ കാര്യമാണ്. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് സംസാരിച്ചത്? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ ഡീസിലറേഷൻ എന്ന് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. നോക്കാം നമുക്ക്. നന്നായിട്ട് ശ്രദ്ധിക്കൂ. ഞാൻ ഇനി പറയുന്ന പോയിന്റ് കൂടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വീണ്ടും പോകുന്നു. നോക്കൂ, ഈ പോയിന്റ് കൂടെ ശ്രദ്ധിക്കും. ദ സൈൻ ഓഫ് ആക്സിലറേഷൻ ഡസ് നോട്ട് ടെൽ അസ് വെദർ ദ പാർട്ടിക്കിൾ സ്പീഡ് ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. കണ്ടോ, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എന്ന് കരുതി നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് കൂടുകയാണോ കുറയാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ദ സൈൻ ഓഫ് ആക്സിലറേഷൻ ആസ് മെൻഷൻഡ് ഇൻ പോയിന്റ് നമ്പർ 3, നേരത്തെ തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് ദ ആക്സിസ്. അത് ശരിക്കും നമ്മൾ ഏത് ഡിറക്ഷനാണ് പോസിറ്റീവ് എടുക്കുന്നത്, ഏതിനാണ് നെഗറ്റീവ് എടുക്കുന്നത് എന്നുള്ളതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് വെർട്ടിക്കൽ എക്സാമ്പിൾ ആണ് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇഫ് vertical upward direction is chosen as the positive direction of the axis. അപ്പോൾ അപ്വേർഡ് ഡിറക്ഷൻ പോസിറ്റീവ് എടുത്തു. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് നെഗറ്റീവ്. കാരണം എന്താ, ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ അതിന് മുകളിലുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആ ഗ്രാവിറ്റി എങ്ങോട്ടുണ്ടാവുക, താഴോട്ട്. അപ്പോൾ കല്ല് മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് എന്നുള്ള ഡിറക്ഷൻ, അപ്വേർഡ് ഡിറക്ഷൻ പോസിറ്റീവ് എടുത്താൽ താഴോട്ട് എന്നുള്ള ഡിറക്ഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു അവിടുത്തെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് ഫാളിംഗ് അണ്ടർ ഗ്രാവിറ്റി, ഇനി മുകളിൽ നിന്ന് താഴേക്ക് വരിക, ദിസ് ആക്സിലറേഷൻ ദോ നെഗറ്റീവ്, അപ്പോഴും നെഗറ്റീവ് ആണ്, ബട്ട് റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഓഫ് സ്പീഡ്. കണ്ടോ, അപ്പോൾ ഒബ്ജക്റ്റ് അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ആക്സിലറേഷൻ ഇപ്പോഴും എങ്ങോട്ടാ, താഴോട്ടാ. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്, നെഗറ്റീവ് ആണ്, പക്ഷെ സ്പീഡ് എന്താണ്, കൂടുകയാണ്. അപ്പൊ ഈ സമയത്ത് അതിനെ നമുക്ക് ഡീസിലറേഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. ഈ സമയത്ത് അത് ആക്സിലറേഷൻ ആണ്. ഫോർ എ പാർട്ടിക്കിൾ ത്രോൺ അപ്വേർഡ്, ദ സെയിം നെഗറ്റീവ് ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റി റിസൾട്ട്സ് ഇൻ ഡിക്രീസിങ് സ്പീഡ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ സൂചന ഇത്ര മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് ആക്സിലറേഷൻ, പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെറും നമ്മുടെ ചോയ്സ് മാത്രമാണ്. ഏത് ഡിറക്ഷൻ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നു, ഏത് ഡിറക്ഷൻ നമ്മൾ നെഗറ്റീവ് എടുക്കുന്നു എന്നതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. സ്പീഡ് കൂടുതലും കുറയിലും ആക്സിലറേഷൻ ആണോ ഡീസിലറേഷൻ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. അതും ഇതും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നോക്കൂ, ഈ ഫസ്റ്റത്തെ ഡയഗ്രാം. ഇവിടെ കാറ് നോക്കൂ, ഇവിടെ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ, ഞാൻ ഇങ്ങോട്ട് എടുത്തത്, ഇത് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ ആണ്. ഓക്കെ, കാർ പോകുന്നത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, യൂണിഫോം സ്പീഡിലാണ്. കാരണം നോക്കൂ, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഞാൻ ഈക്വൽ ആണ് ഇട്ടുള്ളത്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, എന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റി ആണ്, ഡിറക്ഷൻ മാറുന്നില്ലല്ലോ. യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ, അതാണല്ലോ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കൂ, വെലോസിറ്റി അങ്ങോട്ടാണ്, ആ ഡിറക്ഷൻ നമ്മൾ എന്തെടുത്ത്, പോസിറ്റീവ് എക്സ്. അപ്പോൾ വെലോസിറ്റി എന്താണ്, പ്ലസ് വി. ആക്സിലറേഷൻ ഈ കേസിൽ എന്താ, 0. കാരണം യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ബോഡിക്ക് എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ആക്സിലറേഷന് ചാൻസ് ഇല്ല. ഈ മോഷൻ എന്താ, ഇവിടെ മോഷൻ ഈസ് യൂണിഫോം. ഇത് യൂണിഫോം മോഷൻ ആണ്. ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ. കാരണം യൂണിഫോം മോഷൻ മീൻസ് യൂണിഫോം വെലോസിറ്റി. അടുത്ത കേസ് നോക്കൂ, സ്പീഡിങ് അപ്പ്. പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ നോക്കൂ, പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ സ്പീഡ് കൂടുകയാണ്. സ്പീഡ് ഇങ്ങനെ കൂടി വരിക. കണ്ടോ, ഇവിടെ കുറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ, ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി. തുല്യ സമയത്തിൽ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ, സ്പീഡ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ സ്പീഡ് ഇൻക്രീസിങ് ആവുന്ന സമയത്ത് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ സ്പീഡ് അപ്പ്. അപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും ഒരേ ഡിറക്ഷനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ആക്സിലറേഷൻ. നോക്കൂ, അതേ ഡിറക്ഷനിലാണ്. അപ്പോൾ എനിക്കിവിടെ പറയാം, നോക്കൂ, വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. ആക്സിലറേഷനും എങ്ങോട്ടാണ്, പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. സ്പീഡിങ് അപ്പല്ലേ ആണ്, അതുകൊണ്ട് ഈ മോഷൻ എന്താണ്, ആക്സിലറേറ്റഡ് മോഷൻ. ക്ലിയർ. അടുത്ത പോയിന്റ് നോക്കൂ, നൗ സ്പീഡിങ് ഡൗൺ. നോക്കൂ, അതേ ഡിറക്ഷനിൽ തന്നെയാണ്. നോക്കൂ, സെയിം ഡിറക്ഷനിൽ. ഇവിടെ പോസിറ്റീവ് ഡിറക്ഷനിൽ തന്നെയാണ് കാർ പോകുന്നത്. പക്ഷേ ആദ്യം നല്ല സ്പീഡായിരുന്നു, പിന്നെ സ്പീഡ് കുറഞ്ഞു വന്നു. അപ്പൊ സ്പീഡ് കുറയുന്ന സമയത്ത് സ്പീഡിങ് ഡൗൺ ആണ്. അപ്പൊ ആക്സിലറേഷനും വെലോസിറ്റിയും എന്താ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓൾറെഡി ഇവിടെ വെലോസിറ്റി ഈ ഡിറക്ഷനിലാണ്, അപ്പൊ ആക്സിലറേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായി. മനസ്സിലായോ? ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, വെലോസിറ്റി അങ്ങോട്ട്, ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. ക്ലിയർ അല്ലേ? അപ്പൊ വെലോസിറ്റിയുടെ സൈൻ എന്താ, പ്ലസ് വി. ആക്സിലറേഷൻ നോക്കുക, ഈ ഡിറക്ഷനിലാണ് വരുന്നത്.
അപ്പൊ ആക്സിലറേഷൻ എന്താണ്? മൈനസ് എ. രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവുമ്പോഴുള്ള പേരാണെന്ത്? മോഷൻ ഡീസിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നെഗറ്റീവ് ആണ് ആക്സിലറേഷൻ, അപ്പൊ ഡീസിലറേഷൻ തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷെ എന്നതുകൊണ്ട് നിങ്ങളിത് കൺഫേം ചെയ്യരുത് ഇവിടെ, കാരണം ഇത് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് കൺഫേം ചെയ്യരുത് എന്നാണ് ഇപ്പൊ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത കേസിൽ ഇവിടെയും സ്പീഡിങ് അപ്പാണ്. കണ്ടോ നിങ്ങൾ? സ്പീഡിങ് അപ്പാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അല്ലേ? ഓപ്പോസിറ്റ് നെഗറ്റീവ് ഡിറക്ഷനിൽ സ്പീഡിങ് അപ്പ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നു, കാർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്പീഡ് ഇങ്ങനെ കൂടി വരിക, സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടുമ്പോൾ ആക്സിലറേഷനും അതേ ഡിറക്ഷനിൽ തന്നെയാണ് വരിക അല്ലേ? വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന കാര്യം, വെലോസിറ്റിന്റെ ഡിറക്ഷൻ സൈൻ എന്താണ്? മൈനസ് വി. ആക്സിലറേഷൻ നോക്കൂ, അതേ ഡിറക്ഷനിലാണ്, മൈനസ് എ അല്ലേ? സെയിം ഡിറക്ഷൻ, നെഗറ്റീവ് ഡിറക്ഷൻ ആണ്. പക്ഷേ സ്പീഡ് എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഷൻ എന്താണ്? ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എ ആണ്, പക്ഷേ ആക്സിലറേറ്റഡ് മോഷൻ ആണ്, ഡീസിലറേറ്റഡ് മോഷൻ അല്ല, റിട്ടാർഡഡ് മോഷൻ അല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ? റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്ക്, സ്പീഡിങ് ഡൗൺ ആയപ്പോൾ നോക്കൂ, വെലോസിറ്റി ഇങ്ങോട്ട് തന്നെയാണ്, നല്ല വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ആക്സിലറേഷന്റെ ഡിറക്ഷൻ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയി. ആക്സിലറേഷൻ ഈസ് ഓപ്പോസിറ്റ് ടു വെലോസിറ്റി. നോക്കൂ, ആക്സിലറേഷന്റെ ഡിറക്ഷൻ ഇതാണിപ്പോൾ, ദിസ് ഈസ് ദ ഡിറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വെലോസിറ്റി എന്താണ്? നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, മൈനസ് വി. ആക്സിലറേഷൻ എന്താണ്? പ്ലസ് എ, പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്. പക്ഷേ ആക്സിലറേഷൻ പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ആരെ എക്സ്പെക്ട് ചെയ്തത്? മീൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയരുത്. പകരം ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, പക്ഷേ ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ബിക്കോസ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ്. ഇറ്റ് ഈസ് സ്പീഡിങ് ഡൗൺ ആവുന്ന സമയത്താണ് നമുക്ക് ഡീസിലറേറ്റഡ് മോഷൻ കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധാരണക്ക് അവസരം ഉണ്ടാവരുത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT-യിൽ തന്നെ ആ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഞാനൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പോയിന്റ് മാത്രം കിട്ടിയാൽ മതി, വേറെ കൂടുതലൊന്നും വേണ്ട. നമുക്ക് പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് സ്പീഡിങ് അപ്പാണ്. അപ്പോൾ ആ സമയത്ത് പ്ലസ് വി പ്ലസ് എ ആക്സിലറേറ്റഡ് മോഷൻ. പോസിറ്റീവ് ഡിറക്ഷനിൽ സ്പീഡിങ് ഡൗൺ ആകുമ്പോൾ ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, ഡീസിലറേറ്റഡ് മോഷൻ. ആക്സിലറേഷന്റെ സൈൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പ്ലസ് വി ആണ് വെലോസിറ്റി, പക്ഷേ ആക്സിലറേഷൻ മൈനസ് എ ആണ്. ഇനി നെഗറ്റീവ് ഡിറക്ഷനിൽ സ്പീഡിങ് അപ്പ്. ആ സമയത്ത് നോക്കൂ, വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സിലറേഷനും നെഗറ്റീവ് ആണ്. കാരണം രണ്ടുപേർക്കും ഒരേ ഡിറക്ഷൻ ആണ്, സ്പീഡിങ് അപ്പ് ആണ്. ആക്സിലറേറ്റഡ് മോഷൻ തന്നെയാണ് സിൻസ് ഇറ്റ് ഈസ് സ്പീഡിങ് അപ്പ്. എന്നാൽ അടുത്ത് നോക്കൂ, നെഗറ്റീവ് ഡിറക്ഷനിൽ സ്പീഡിങ് ഡൗൺ. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണ്, പക്ഷേ ആക്സിലറേഷൻ നോക്കൂ ഓപ്പോസിറ്റ് ആയി, സ്പീഡിങ് ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ഡിറക്ഷനിൽ വന്നു, അതുകൊണ്ട് തന്നെ പ്ലസ് എ. ഇനി വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഹിയർ മോഷൻ ഈസ് ഡീസിലറേറ്റഡ് ഓർ റിട്ടാർഡഡ് മോഷൻ.